നിർബന്ധിച്ച് പട്ടാളത്തിൽ ചേർക്കുന്നതും അതിന് വഴങ്ങാത്തവരെ ബലമായി പിടിച്ചുകൊണ്ടുപോകുന്നതും അക്രമമാണ്. ബ്രിട്ടീഷ്, ജർമ്മൻ തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിലെ രാജാക്കന്മാർ നടത്തുന്ന ഈ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ട കാര്യം നമുക്കില്ല. എന്നിട്ടും ഈ പാവങ്ങളെ പിടിച്ചുകൊണ്ടുപോകുന്നത് കുരുതി കൊടുക്കാനാണ്. ബ്രിട്ടനോട് ആയുധമെടുത്ത് പോരാടി ജയിക്കാൻ നമുക്കാവില്ല. സഹനത്തിലൂടെ വേണം നേരിടാൻ. അതാണ് സ്വദേശി പ്രസ്ഥാനം. ബ്രിട്ടൻ ഇറക്കുമതി ചെയ്യുന്ന തുണിത്തരങ്ങൾ ഉൾപ്പെടെയുള്ള സകല വിദേശ വസ്തുക്കളും ഉപേക്ഷിക്കുക. ഇനി ഒരിക്കലും നമ്മൾ അവ ഉപയോഗിക്കില്ലെന്ന് ശപഥം ചെയ്യുക. ഭാരതീയരായ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. ഈ സമരം കഴിയുന്നത്ര വിദേശ വസ്ത്രങ്ങൾ ശേഖരിച്ച് ഇവിടെ നമ്മൾ ഇന്ന് ആരംഭിക്കുകയാണ്. What's happening here? What's all this? ഇതൊരു ഒന്ന് പറഞ്ഞു കൊടുക്കണോ? They are burning clothes, sir. What for? To show their protest against the British government. What's going on here? What's this? Did the police forcibly recruit people for the army? Mr. Sreendran Nair. Yes. ഇവിടെയുള്ള ആളുകളെ പട്ടാളത്തിൽ ചേർക്കാൻ വേണ്ടി ബലം പ്രയോഗിച്ച് പിടിച്ചോണ്ട് പോയത്. ഇല്ല. കളവാണ് ഇദ്ദേഹം പറയുന്നത്. ഈ പേപ്പറിൽ എഴുതിയിരിക്കുന്നതാണ് സത്യം. ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ അതിന് സാക്ഷികളാണ്. I'll look into it immediately. Thank you, sir. അരുത്, മാറിക്കേ. സായിപ്പ് ചവിട്ടിക്കയറാനുള്ളതല്ല ഇന്ത്യക്കാരന്റെ നട്ടല്. അടിമപ്പണി രാജഭക്തിയാണെന്ന് പറയുന്ന പ്രമാണിമാരോട് പറയൂ അവിടെ വന്ന് കുഞ്ഞിരിക്കാൻ. What's your problem now? This is an atrocious act. An educated and cultured man like you should not do it. An Indian's back is not a footboard.